ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനെ ആദർശും കൂടി നമ്മുടെ അഭിനയം കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അഭിനയം ഇന്ന് കടലിൽ മൂക്കി കൊന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൊണ്ടുപോകുന്നത് ബീച്ചിലേക്കാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അഭി ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്, എന്തിനാ എന്നെ അനഘയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയത്, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അതെ, എനിക്ക് ഒരുപാട് ജോലികളുള്ളതാ. ഓ, നിനക്ക് ഒരുപാട് ജോലികളുണ്ടല്ലോ അല്ലേ? ആ ജോലിയുടെ ഇടയ്ക്ക് ഈ ഒരു ചെറിയ ജോലി ഞങ്ങൾക്ക് തീർക്കണമെന്ന് തോന്നി, അതുകൊണ്ട് തന്നെയാടാ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അല്ല, നിനക്ക് ചന്തുമോളെ കുറിച്ച് എന്താ അഭിപ്രായം? ഓ, ഞാൻ എന്തിനാ ചന്തുമോളെ കുറിച്ച് അഭിപ്രായം പറയുന്നത്? ചന്തുമോളെ കുറിച്ച് അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ഒരാളാണല്ലോ ആദർശേട്ടൻ. ആദർശേട്ടന്റെ കുഞ്ഞിനെ കുറിച്ച് ആദർശേട്ടൻ തന്നെ പറയട്ടെ. ആദർശേട്ടൻ അഭിപ്രായം പറയട്ടെ. ഓ, ആദർശേട്ടൻ മാത്രം പറഞ്ഞാൽ മതിയോ കുഞ്ഞിന്റെ അഭിപ്രായം? അല്ല, കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനല്ലേ കുഞ്ഞിനെ കുറിച്ചുള്ള അഭിപ്രായവും സ്വഭാവ സർട്ടിഫിക്കറ്റും ഒക്കെ തരേണ്ടത്, അല്ലാതെ ആദർശേട്ടനല്ലല്ലോ. ഇത് കേട്ടതും എന്താ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? എടാ വൃത്തികെട്ടവനെ, നിനക്ക് വിവാഹത്തിന് മുമ്പ് പല പല ബന്ധങ്ങളുണ്ടായിരുന്നു. നീ ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ചു, നീ ഒരുപാട് പെണ്ണുങ്ങളെ സ്നേഹിച്ചു. ഒരു സമയം 10ലേറെ പെണ്ണുങ്ങളുടെ പുറകെ നീ നടന്നു. അന്നൊക്കെ നീ ചെയ്തൊരു വലിയ തെറ്റ്, ആ വലിയ തെറ്റിന്റെ പ്രതിഫലമാടാ ചന്തുമോള്. എന്താ എന്താ അതിനടുത്ത് ഈ പറയുന്നത്? ചന്തുമോള് പ്രതിഫലമാണോ? എന്ത് പ്രതിഫലം? അല്ല, നീ കുറെ തെറ്റുകൾ ചെയ്തല്ലോ. കുറെ പെണ്ണുങ്ങളുടെ പുറകെ നടന്നപ്പം നീ ഈ അനഘ എന്നുള്ള പേര് വിട്ടുപോയോ? അതോ നീ മറന്നുപോയോ? ചിലപ്പം കുറെ പെണ്ണുങ്ങളുടെ കൂടെ നടന്നതുകൊണ്ടേ നീ മറന്നുപോയി കാണും ആ പേര്. എന്നാ പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കാം. ആ പേര് അനഘ. അനഘ നിന്റെ മുൻ കാമുകിയായിരുന്നു. ഏത് അനഘ? എവിടത്തെ അനഘ? എന്താ ആദർശേട്ടാ നയനടുത്ത് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാടാ, നിനക്ക് ഞാൻ എല്ലാം മനസ്സിലാക്കി തരാം. ഇനി അഭിനയിച്ച് മുഖം മൂടി അടിഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ നോക്കണ്ട. സത്യമെല്ലാം അറിഞ്ഞ് തെളിവ് സഹിതമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഈ പറയുന്ന ചന്തുമോളുടെ അച്ഛൻ നീയാണെന്നുള്ള സത്യം അത് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ മുമ്പിൽ നീ പൊട്ടം കളിക്കരുത്. ഞങ്ങൾ നിന്നെ കുറെ നാടകം കളിക്കാനായിട്ട് അങ്ങ് വിട്ടു തന്നു. അത് ഞങ്ങളുടെ ഔദാര്യമായിട്ട്. നീ കാണാനുള്ളതിന് നീ എന്താ ചെയ്തത്? നീ ഇന്ന് എന്താടാ ചെയ്തത്? നീ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ആദർശേട്ടനെതിരെ ഒരു പത്രപ്രവർത്തകന്റെ കയ്യിൽ നീ റിപ്പോർട്ട് കൊടുത്തു. അവനുണ്ടല്ലോ ഇപ്പം നന്ദുവിന്റെ കയ്യിലുണ്ട്. അവനെ ഇടിച്ച് പരിപ്പിളക്കി ഇപ്പം സത്യങ്ങളെല്ലാം അവൻ തത്ത പറയുന്ന പോലെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇനി ഒന്ന് മൂടി വെക്കാനും കള്ളത്തരം പറയാനും നോക്കണ്ട. എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചിട്ടാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പറയാ, ചന്തുമോളുടെ അച്ഛൻ നീയാണ്, നീ മാത്രമാണ്. ഇത് കേട്ടതും പിന്നെ നമ്മുടെ അഭിക്കൊന്നും പറയാനില്ല. അഭി പറഞ്ഞു, അത് പിന്നെ എന്താടാ നിന്റെ നാക്കിറങ്ങിപ്പോയോ എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയും നാള് ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നീ ജീവിച്ചത്, നിനക്കറിയാലോ. എന്നിട്ട് നീ താന്ന് തരാനുള്ളത് നീ എന്താ ചെയ്തത്? നിനക്കൊന്നും വിചാരിക്കത്തില്ലായിരുന്നോ? എന്റെ കുഞ്ഞിനെ നോക്കുന്നവരാണ് ആദർശേട്ടനും നയനേടത്തിയും. എങ്കിൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കാതെ അങ്ങ് മുന്നോട്ടേക്ക് പോയേക്കാന്ന് നീ അതും വിചാരിച്ചില്ല. നീ അപ്പോഴ് വീണ്ടും അനന്തപുരി തറവാട്ടിനെ തകർക്കാനും ജ്വല്ലറിനെ തകർക്കാനും ഈ നിൽക്കുന്ന ആദർശേട്ടനെ തകർക്കാനും നോക്കി. സമ്മതിക്കില്ല. ഞാൻ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്നതാ എൻ്റെ ആദർശേട്ടനെ, എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിനെ. നീ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പം ഞങ്ങളെല്ലാം പഞ്ചപുച്ഛം മടക്കി കേട്ടുകൊണ്ട് നിൽക്കുന്ന നീ വിചാരിച്ചോ? ഇല്ലടാ, സമ്മതിക്കില്ല. ഇനി നിർത്തിക്കോ. നിന്റെ അഹങ്കാരം ഇവട്ടം കൊണ്ട് നിർത്തിക്കണം. നിന്നെ വെറും ഒരു സ്റ്റാമ്പ് പേപ്പറാക്കി മാത്രം മാറ്റാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ബ്രാഞ്ചിന്റെ ഉത്തരവാദിത്തം വേണം പോലും. എത്ര ബ്രാഞ്ചിന്റെ ഉത്തരവാദിത്തമാണ് നിനക്ക് വേണ്ടത്? എൻ്റെ ചേച്ചിനെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് വിശ്വസിപ്പിച്ച് എൻ്റെ ചേച്ചീനെ കൊണ്ട് നീ ഒരു ബ്രാഞ്ചിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. എന്നിട്ട് നീ അവിടെയും വീണ്ടും തിരിമറി നടത്തി. നീ ജ്വല്ലറി ബില്ലില്ലാതെ കൊടുത്തു. ഇതൊക്കെ നിന്റെ തെറ്റാണ്. നീ ചെയ്ത തെറ്റുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരാൻ എനിക്കിപ്പം നിഷ്പ്രയാസം സാധിക്കും. കാരണം നന്ദു എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് പറയാ, മേലാൽ ഇനി ഇത് ആവർത്തിക്കരുത്. പിന്നെ ചന്തുമോളുടെ ഉത്തരവാദിത്തം ഇപ്പോഴും ഞാനും ആദർശേട്ടനും തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കുട്ടിയായിട്ട് തന്നെ അവൾ വളരാൻ പോകുന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്ന ഓരോന്നും നീ ഇനി അനുസരിക്കണം, കേൾക്കണം. ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് മാത്രമേ നീ നീങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അറിയാലോ, എൻ്റെ ചേച്ചിയുടെ ജീവിതമൊന്നും അല്ല എനിക്ക് പ്രാധാന്യം, എൻ്റെ ആദർശേട്ടൻ തന്നെയാ. അതുകൊണ്ട് തന്നെ ആദർശേട്ടനെതിരെ എന്തെങ്കിലും നീ സംസാരിച്ച, ആദർശേട്ടനെതിരായി നീ എന്തെങ്കിലും ചെയ്താൽ അന്ന് നിന്നെ
അനന്തപുരി തറവാട്ടിൽ നിന്നും ഇറക്കി വിടാനുള്ള കാര്യങ്ങൾ ഞാനങ്ങ് പറയും, വിതറും. അറിയാലോ എൻ്റെ ചേച്ചീനെ, പിന്നെ നിന്നെ ജീവിതത്തിൽ വെച്ചോണ്ടിരിക്കില്ല. അനന്തപുരി തറവാട്ടിലെ സ്വത്തും പണവും ഒക്കെ ആഗ്രഹിക്കുന്ന നീയും നിന്റെ അമ്മയും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ഒന്നുമില്ലാതെ, ഒരു ഉടുതുണി പോലും ഇല്ലാതെ പേരുവഴിയിൽ ഇറങ്ങി തെണ്ടേണ്ടി വരും. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാലവും ഒരാളെ പറ്റിച്ച് ജീവിക്കാമെന്നും നീ വിചാരിക്കേണ്ടടാ. ഏതായാലും ഈ സമയത്ത് ആദർശ്, നീ വന്നേടാ, നിന്നെ ഞാനൊന്ന് നന്നായിട്ട് കാണട്ടെ, നിന്റെ ആ മുഖം ഒന്ന് നന്നായിട്ട് കാണട്ടെ, നോക്കടാ, എന്റെ മുഖത്ത് നോക്കി സംസാരിക്കടാ. കഴിഞ്ഞ ദിവസമൊക്കെ നീ നയനയുടെ വീട്ടിൽ പോയപ്പം എന്നെക്കുറിച്ച് എന്തൊക്കെ കുറ്റം പറഞ്ഞു കൊടുത്തു. അവരുടെ പുന്നാര മരുമകനാകാൻ നീ ശ്രമിച്ചു. അപ്പോഴൊന്നും നിനക്ക് കുറ്റബോധം തോന്നിയില്ല. നിനക്ക് ലേശം ഉളുപ്പുണ്ടെങ്കിൽ, നിനക്ക് ലേശം മനുഷ്യന്റെ ഒരു മനസ്സുണ്ടെങ്കിൽ നീ വിചാരിക്കായിരുന്നു, എൻ്റെ കുഞ്ഞാണ്, എൻ്റെ രക്തത്തിലുള്ള കുഞ്ഞിനെ എൻ്റെ ഏട്ടൻ നോക്കുന്നുണ്ട്, ആരോടും പറയാതെ കൊണ്ടു നടക്കുന്നുണ്ട്. അവിടെ നിനക്ക് വിചാരിക്കായിരുന്നു, വേണ്ട, ഒന്നും വേണ്ട, അവര് ആ കുഞ്ഞിനെ കൊണ്ടു നടന്നോട്ടെ, എനിക്ക് ഒന്നിലും തൊടാതെ ഒഴിഞ്ഞു മാറി അങ്ങ് നടന്നാ മതിയെന്ന്. അപ്പോഴും നീ കള്ള മുഖം മൂടിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ നല്ലവനായി നീ തന്നെ വെള്ള പൂച്ചി നടന്നു. എന്നിട്ടും പോരാഞ്ഞിട്ടും എന്നെ ഒരു മഞ്ഞപ്പത്രത്തിന് വേണ്ടി നീ വിറ്റു. അതുകൊണ്ട് സഹിക്കില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം പിടിച്ചങ്ങോട്ട് പോതിരം തല്ലുന്നുണ്ട്. രണ്ടുപേരും കൂടെ തല്ലി നമ്മുടെ ആദർശിനെ അല്ല അഭിനെ ഒരു പരുവാക്കിയിട്ടാട്ടോ അവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ നയനിയും ആദർശും കൂടെ നന്ദാവനത്തിലേക്കാണ്. അവിടെ ഇവര് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഈ കാര്യമൊന്നും അവരാരും അറിയണ്ട, അഭിനെ നമ്മൾ തല്ലിയെന്നോ അഭിയോടെല്ലാം തുറന്നു പറഞ്ഞെന്നോ ഇവര് സത്യങ്ങൾ അറിഞ്ഞു എന്ന് അഭി അറിഞ്ഞെന്നോ ഒന്നും അറിയണ്ട എന്ന് ആദർശം നയനയും തീരുമാനം എടുത്തിട്ടാണ് നന്ദാവനത്തിലേക്ക് ഇവർ പോകുന്നത്. അങ്ങനെ നന്ദാവനത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് നയനയും ആദർശിനെയും കണ്ടത് ഒരുപാട് സന്തോഷത്തോടു കൂടി ഗോവിന്ദും കനകയും കൂടെ വാ മക്കളെ, എന്ത് പറ്റി, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നി അമ്മേ. അപ്പൊ പിന്നെ ആദർശനോട് പറഞ്ഞപ്പോൾ പോകാന്ന് പറഞ്ഞു. അങ്ങനെയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ നന്ദു അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നന്ദു ഇറങ്ങി വന്നപ്പോഴത്തേക്ക്, ഓഹോ, പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, സ്ഥലത്തെ സ്ഥിരം SI അല്ല, എന്തുണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആദർശ്. അപ്പം പറഞ്ഞു, എന്ത് വിശേഷം, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ എൻ്റെ കർമ്മങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഞാന് സേവനം നടത്താൻ വേണ്ടി തന്നെയാണ് ഈ ഒരു യൂണിഫോം എടുത്തിട്ടത്. അത് നല്ല സേവനങ്ങൾ മാത്രം. ഈ പ്രദേശത്തെ ഓരോരോ ദുഷ്ടന്മാരെയും തൂക്കിയെടുത്ത് പിടിച്ചെടുത്ത് ഈ സമൂഹം മൊത്തം നന്നാക്കാന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. എങ്കിൽ പോലും എന്നെ കണ്ണിൽ കാണുന്ന തിന്മയെ ഞാൻ തിരിച്ചറിഞ്ഞ് അതിനെ ഞാൻ പറഞ്ഞ് മാറ്റി എൻ്റെ കണ്ണിൽ കാണുന്നതിനെയൊക്കെ ഞാൻ തിരുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരാളെ ഇതുവരെ തിരുത്താനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അത് വേറെ ആരുമല്ല, അനി. എൻ്റെ പുറകെ നടന്ന എൻ്റെ ജോലിയും കൂടി ഇപ്പം ബാധിക്കുന്ന മട്ടാന്ന് പറയുമ്പം ഇപ്പോഴും അവൻ നിന്റെ പുറകെ നടക്കുന്നുണ്ടോ? ഞാനൊരു പോലീസായി പോയി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ പ്രൊഫഷണലിനെ ബാധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ആദർശനോട് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അനിയെ മാറ്റിയെടുക്കണം. അവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാലേ മിക്കവാറും എൻ്റെ ജോലി തെറിപ്പിക്കുന്നതാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം കൊടുത്ത് അവനെ ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കണം. എപ്പോഴും പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ് അവനുള്ളത്. അത് എനിക്ക് ചീത്തപ്പേരാണെന്ന് അറിയാലോ. ഒരു SIനെ തേടി ഒരു പയ്യൻ ഇങ്ങനെ വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പം അവിടെ വേറെ ചില കഥകളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ജോലിയെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെതായി സീരിയസിൽ ആദർശേട്ടനും നയനേച്ചിയും കാണണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നയനയ്ക്കും ആദർശനും വയറ് നിറഞ്ഞു കേട്ടോ. അവന് ചെന്നിട്ട് 2 പറയണം എന്ന് തന്നെയാണ് അവർ മനസ്സിൽ കരുതിയേക്കുന്നത്. ഏതായാലും ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നതേ നമ്മുടെ അഭി അനന്തപുരി തറവാട്ടിലേക്ക് തിരിച്ചെത്തിട്ടോ. അപ്പോൾ ഉള്ള അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ നമ്മുടെ ജലജ ഉണ്ടായിരുന്നു, അതുപോലെ അനാമിക, നവ്യ, ഇവരൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും അഭിനെ കൂട്ടിക്കൊണ്ട് പോയത് ഇവർ കണ്ടായിരുന്നു. അപ്പൊ എന്തിനാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ വന്നത് ചോദിച്ചു, എന്തിനാണ് അവളും അവനും കൂടെ നിന്നെ കൂട്ടിക്കൊണ്ട് പോയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അന്ന് ഞാൻ വിത്തൗട്ട് ഗോൾഡ് കൊടുത്തില്ലേ, അത് ചോദ്യം ചെയ്യാൻ വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. ഇതുവരെ അതിന്റെ ചോദ്യം ചെയ്യൽ തീർന്നില്ലേ? MD എന്ന സ്ഥാനത്ത് ചോദ്യം ചെയ്യാനുള്ള എല്ലാ അർഹതയും ആദർശേട്ടനുണ്ടല്ലോ. MDയുടെ ഭാര്യ എന്ന സ്ഥാനത്ത് എന്നെ ചോദ്യം ചെയ്തില്ലെങ്കിലേ അവർക്ക് തന്നെ ഒരു കുറച്ചിലായി പോകൂലേ. അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്തത്. അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, അതിനുള്ള എന്ത് അവകാശമായിരിക്കുന്നത് അവർക്ക്? എന്തെങ്കിലും അവകാശമുണ്ടോ അഭിയേട്ടനെ ചോദ്യം ചെയ്യാനുള്ളത്? വലിയൊരു തെറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യനല്ലേ അങ്ങേര്. ചോദിക്കത്തില്ലായിരുന്നോ? മുഖത്തടിച്ച് ചോദിക്കത്തില്ലായിരുന്നോ?
അല്ല, ചോദ്യം ചെയ്യേണ്ടത് ആദർശിനെയാ, അല്ലാതെ അഭിയേട്ടനെ അല്ല. അങ്ങേരെയാ ചോദ്യം ചെയ്ത് അങ്ങേരെയാ വിസ്തരിക്കേണ്ടത്. അല്ലാതെ അഭിയേട്ടനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഒരു ജൂവലറി കടയിൽ നിന്ന് പോയി, ഗോൾഡ് കടയിൽ നിന്ന് പോയി, അതിനൊരു ബില്ല് കൊടുത്തില്ല എന്നും പറഞ്ഞ് ഇത്ര വലിയ ക്രിമിനൽ കുറ്റമാകുമോ? അത് ഇത്ര വലിയ കുറ്റമാകണോ? അതിനേക്കാളും എന്ത് വലിയ കുറ്റമാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് അത് കുറ്റമായിട്ട് ആരും ഇപ്പൊ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് അഭിയേട്ടൻ ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല അഭിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക. എന്നിട്ട് അനാമിക പറഞ്ഞു, ഈ വീട് വല്ലാത്തൊരു വീട് തന്നെ, എവിടെയും കാണില്ല ഇവിടെ ഉള്ളവര്. പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ കല്യാണം കഴിച്ചിട്ട് ഒരുത്ത നന്ദുവിന്റെ പിന്നാലെ നടക്കല്ലേ, എന്നിട്ട് ആരെങ്കിലും അത് ചോദിക്കാനുണ്ടോ മോളെ? ഇല്ലല്ലോ. എടാ മോന്, നമ്മൾ തിരിച്ച് പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. ഏയ് അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി അതിന്റെ പേരിൽ ഇവിടെ ഒരു സംസാരം ഉണ്ടാവില്ല. അഭിയേട്ടൻ ഇത്രയും ഭാവമൊന്നും അല്ലായിരുന്നല്ലോ, എന്നിട്ട് എന്ത് പറ്റി അഭിയേട്ടനൊരു മാറ്റം? ഇവന് മുഴുത്ത വട്ട. എടാ, വഴിവിട്ട കുടുംബത്തിലൊരു കുഞ്ഞുള്ളത് അവനാ, നിനക്കല്ല, അത് നീ മറക്കരുത്. അനാമിക മോള് ചോദിച്ചത് ശരിയാ, നന്ദിക്കുള്ള ധൈര്യം പോലും ഇപ്പൊ നിനക്കില്ലല്ലോടാ. അത് പിന്നെ ദേ, ഞാന് പഠിത്തം കഴിഞ്ഞ് ആദർശേട്ടനും എനിക്കും ഒപ്പം ജ്വല്ലറി കയറിയതാ. അതല്ലാതെ എനിക്ക് വേറെ പണിയൊന്നും അറിയില്ല, അതറിയാലോ. ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാ ആദർശേട്ടനും മേടത്തിയൊക്കെ നോക്കുന്നത്. അങ്ങനെ പിരിച്ചുവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ജോലി ഇല്ല, അത് മനസ്സിലാക്കിക്കോ. ഓഹോ, അത് കൊള്ളാലോ. അതിന് അവര് മാത്രം വിചാരിച്ചാൽ നിന്നെ പിരിച്ചുവിടാൻ വേണ്ടി പറ്റുമോ? നീ എന്തിനാടാ അവരെ വിളിച്ചപ്പോ പോയത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നവ്യ പറഞ്ഞായിരുന്നല്ലോ ആദർശും നയനിയും ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ നിന്നെ കൂട്ടിക്കൊണ്ട് പോയതാണെന്ന്. അതേന്നേ, എന്നെ നിർബന്ധിച്ച് വിളിച്ചോണ്ടമ്മേ ഞാൻ പോയത്. മിസ്റ്റർ ക്ലീൻ ആയിരുന്നു ഇവിടുത്തെ മൂത്ത കൊച്ചുമോന്. ഇപ്പം അയാളുടെ ദേഹത്ത് ചെളി വീണിരിക്കുക. അത് കഴുകി കളയാൻ വേണ്ടി അയാളും അയാളുടെ ഭാര്യയും കൂടി ചെയ്യാവുന്നതൊക്കെ ചെയ്യും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതാ കഷ്ടം. എന്റെ പൊന്നഭിയേട്ട, എങ്ങനെയെങ്കിലും ഈ തറവാടൊന്ന് ഭാഗം വെക്കാൻ പറ. അങ്ങനെയാണെങ്കിൽ പലരുടെയും മുഖം നമുക്ക് കാണേണ്ടി വരില്ല. അവനവന്റെ വഴി നോക്കി പോവാലോ. അതിന് നിങ്ങൾ പെണ്ണുങ്ങൾ ശ്രമിക്കണോ അനാമികെ? ഞാൻ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പാർട്ടീഷൻ നടത്തുമ്പം 2 or 3 ബ്രാഞ്ച് നമ്മുടെയൊക്കെ പേരിൽ വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ആരുടെയും അടിമപ്പണിയൊന്നും ചെയ്യേണ്ടി വരില്ലല്ലോ. തലയുയർത്തിപ്പിടിച്ച് നടക്കാം. മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാം. ആദർശേട്ടന്റെ വല്യേട്ടൻ കളി കണ്ടും കേട്ടും മടുത്തു. ജീവിതം അവസാനിപ്പിക്കാൻ വരെ തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. നമ്മുടെ ജലജയാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് പെരുവി ശ്വാസപ്പെട്ട് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ അഭി നേരെ റൂമിലേക്ക് ചെല്ലുക. അപ്പം നവ്യ ചോദിച്ചു, അല്ല വന്നോ? നീ എന്തിനാ അവരുടെ കൂടെ പോയത്? ബലമായിട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോയതാണോ? ഞാൻ മോള് നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതേക്കുറിച്ച് ഞാനിപ്പോ അമ്മയോടും അനാമികയോടും ഒക്കെ സംസാരിച്ചതേ ഉള്ളൂ. വിത്തൗട്ട് സ്വർണം കൊടുത്തില്ലേ, അത് വലിയ വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ, അത് കൊള്ളാലോ. നമ്മൾ അതിലും വലിയ സംഭവം ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. ദേ, ചന്തുമോളെ പറ്റിട്ടെ പലരും ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അവള് ആദർശേട്ടന്റെ കുഞ്ഞാണെന്ന് പുറത്തുള്ള ആരോടെങ്കിലും ഇവിടെ ഉള്ളവര് പറയുവോ? ഇല്ലല്ലോ. അനന്തപുരിക്കാരൊരു കുഞ്ഞിനെ ദത്തെടുത്തു, അങ്ങനെയല്ലേ പറയത്തുള്ളൂ. അല്ലാതെ ഒന്നും വിശദീകരിക്കാനും പറയാനും പോകുന്നില്ലല്ലോ. അത് പിന്നെ എനിക്ക് പല കാര്യങ്ങളും സംസാരിക്കാൻ ഒരു പരിധിയുണ്ട് നവ്യെ. നീ പറയാനുള്ളതൊക്കെ മുഖത്ത് നോക്കി തന്നെ പറയാം. നിന്റെ കാര്യം അങ്ങനെയല്ല. ഇപ്പൊ അനാമിക പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഒരു പാർട്ടീഷൻ നടന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലെ പലരുടെയും മുഖങ്ങൾ നമുക്ക് കാണേണ്ടി വരില്ല, പല സംഭവങ്ങളും നമുക്ക് കാണേണ്ടി വരില്ല. ഇപ്പൊ തന്നെ ചന്തുമോളെ എല്ലാവരെയും ലാളിക്കുന്നത് നിനക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ? ഇനിയിപ്പം നമ്മുടെ മോനും ചന്തുമോളും വളരുന്നതിനനുസരിച്ച് കോമ്പറ്റീഷൻ കൂടി വരികയുള്ളൂ. ആ നേരത്തെ അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ മാറി താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനെങ്ങനെ കഴിയൂ അഭി? ഇതൊരു രാജകൊട്ടാരമല്ലേ? ഇവിടെ തലയും താടിയും നരച്ച ഒരു രാജാവ് പറയുന്നത് പോലെയാണല്ലോ നിയമങ്ങളൊക്കെ. നിന്റെ കരണത്തൊക്കെ തല്ലിയത് മുതലേ നിന്റെ മുത്തശ്ശനെ എനിക്കിപ്പോ വലിയ മതിപ്പൊന്നുമില്ല. അങ്ങേരോട് സത്യം പറഞ്ഞ് എനിക്ക് ദേഷ്യ. അതിലുപരി കൊച്ചുമക്കളൊക്കെ ഈ രണ്ടായിട്ട് കാണുന്ന ഈ രീതി ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. എന്റെ അമ്മാവന്മാരെ പോലും ഒഴിവാക്കിയിട്ട് ആദർശേട്ടന് അധികാരം കൊടുത്ത ആളാ എന്റെ മുത്തച്ഛൻ. അറിയാലോ, അവനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാക്കണവന്. ഒരുപക്ഷെ മൂത്ത കൊച്ചുമകൻ ആയതുകൊണ്ടായിരിക്കാം. ആ മൂത്ത കൊച്ചുമകൻ ഏതായാലും നല്ല പേരല്ലേ മുത്തച്ഛൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതെന്തേ ഈ മുത്തച്ഛൻ മനസ്സിലാക്കാത്തത്? മുത്തച്ഛൻ വലിയ ആദർശവീരനാണെങ്കിൽ ഇന്ന് ആദർശേട്ടൻ ഈ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു. അങ്ങേരുടെ MD സ്ഥാനവും തെറിച്ചേനെ. എന്നിട്ട് എന്തേ അതൊന്നും തെറിക്കുന്നില്ല? അതെ, ഇപ്പം ഭാര്യയും കുഞ്ഞിനെയും സ്നേഹിച്ച് അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഞാനല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് ആദർശേട്ടനും അനിയും വഴി തെറ്റി സഞ്ചരിക്കുന്നവരാ. പക്ഷെ ഇപ്പൊ കുറ്റം മുഴുവനും എനിക്കായല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ഈ സമയത്ത് നമ്മുടെ അനന്തപത്മനാഭൻ ഇങ്ങനെ കരയാണ്. അപ്പോഴത്തേക്കും, അയ്യോ മോനെ കരയാതെ, അമ്മ ഇവിടെ ഉണ്ടല്ലോ, വാട മോനെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അഭി അവിടെ നിന്നപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, അതെ ഒന്ന് എടുക്കട കുഞ്ഞിനെ, നീ എന്താ നോക്കി നിൽക്കുന്നത്? ഓ നാശം, അവക്ക് പറയാൻ കണ്ട നേരം എന്ന് പറഞ്ഞിട്ട് പ്രാഗി ആ കുഞ്ഞിനെ എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞു മുള്ളി.
അപ്പൊ നമ്മുടെ അഭി പറഞ്ഞു, ശേ മോൻ എന്നെ കുളിപ്പിച്ചു, അവനെ മുള്ളി. കുറച്ച് ദിവസം ആയല്ലോ മോനെ നീ എടുത്തിട്ട്, അതും കൊണ്ടേ മോന് ദേഷ്യം കാണിച്ചതായിരിക്കും. ഓ മൊത്തം മുള്ളി നാശമാക്കി, വൃത്തികേടായി, ആകെ നനഞ്ഞു എന്നും പറഞ്ഞിട്ട് മൂത്രമൊക്കെ ഇങ്ങനെ മണപ്പിച്ചിട്ട് ഈ ചീന്ന് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു, ഇതൊക്കെ ഭാര്യമാര് മാത്രം സഹിക്കേണ്ട കാര്യമല്ല, നിങ്ങളും സഹിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഈ സമയത്ത് കുഞ്ഞിനെയും താലോലിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നവ്യ അവിടെ നിൽക്കുക. ഷർട്ട് മാറാൻ വേണ്ടി അഭി അങ്ങ് പോയി കേട്ടോ. അപ്പൊ നമ്മുടെ നവ്യ കുട്ടിയോട് പറയാ, അതെ അച്ഛനെ ഇനി നനയ്ക്കണം കേട്ടോ, മോൻ കരയല്ലേ, അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് മോന് ഇച്ച് വെച്ച് കൊടുക്കണം എന്നൊക്കെ പറയാ. ഈ ഒരു സമയത്ത് നമ്മുടെ നവ്യ ഇങ്ങനെ നയന ഇങ്ങനെ നിൽക്കുക. നയനയുടെ അടുത്ത് ആദർശം ഉണ്ട് കേട്ടോ. അങ്ങനെ ആദർശാണെങ്കിൽ എന്തൊക്കെയോ പറയാൻ വേണ്ടിയാണ് നയനയെ ആദർശം കൂടി ഇങ്ങനെ നിൽക്കുന്നത്. വേറൊന്നും അല്ല, നമ്മുടെ അനിയെ കുറിച്ച് പറയണം. അങ്ങനെ അനിയനെ ഉപദേശിച്ചൊന്ന് വെടുപ്പ് വൃത്തിയാക്കണം. അതിന് നമ്മുടെ അനിയെ വിളിച്ചു വരുത്തുകയാണ് കേട്ടോ. അങ്ങനെ അനി വന്ന ഉടനെ, അല്ല നിന്നെക്കുറിച്ച് കുറച്ച് പരാതികളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. പരാതിയോ? എന്ത് പരാതി? അല്ല ജൂവലറിന്ന് വല്ലോണോ? ജൂവലറിന്നൊന്നും അല്ല, സ്റ്റേഷനിൽ നിന്നാ പരാതി കിട്ടിയിരിക്കുന്നത്, അതും നന്ദുവോ പരാതി തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓ നന്ദുവോ? പരാതി എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മുടെ നയന് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് നന്ദുവിന്റെ? അവളിപ്പം ആ സ്റ്റേഷനിലെ SI അതുപോലും ഓർക്കാതെയാ നീ അവളെ ഇപ്പം ബുദ്ധിമുട്ടിക്കുന്നത്. എന്താ അനി ഇത്? നിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ അനി പറഞ്ഞു, ഞാൻ വിളിക്കുമ്പം അവക്കൊന്ന് ഫോൺ എടുക്കാലോ, കാണാൻ ചെല്ലുമ്പം അവക്കൊന്ന് മുഖം തരാലോ. നീയുമായിട്ട് ഒരു സൗഹൃദവും വേണ്ട എന്ന് നന്ദുവിനോട് പറഞ്ഞത് ഞങ്ങളൊക്കെ തന്നെയാ. അതിന് കാരണം എന്താ ഏട്ടാ? സൗഹൃദം വെറും ഒരു സൗഹൃദം അല്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതൊരു കാരണവശാലും രണ്ടുപേരുടെയും ഭാവി ഇല്ലാതാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഉപദേശങ്ങൾ നൽകുന്നത്. എടാ നന്ദുവിന് കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ട്. ആ നേരത്ത് നീയും അവളും തമ്മിൽ അടുപ്പത്തിലാണെന്ന് ആലോചിച്ച് വരുന്നവരറിഞ്ഞാലേ ഒരു കാരണവശാലും നന്ദുവിന്റെ വിവാഹം നടക്കാൻ പോകുന്നില്ല. ഏട്ടാ എന്നായാലും അനാമിക എന്റെ ജീവിതത്തിൽ നിന്ന് പോകും. അവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം എന്തിനാ വെറുതെ ഇപ്പോഴും ഒന്നിച്ച് ജീവിക്കുന്നത്? അങ്ങനെ അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പോയാലും നന്ദു ഒരിക്കലും അനാമികയുടെ സ്ഥാനത്ത് വരാൻ പാടില്ല. അത് എന്റെ മാത്രമല്ല, എന്റെ വീട്ടുകാരുടെയും നിലപാട് അത് തന്നെയാ. അതുകൊണ്ട് ഒരിക്കലും അത് സംഭവിക്കത്തില്ല. ഈ ഏടത്ത് തന്നെയാണല്ലോ ഒരിക്കൽ ഞങ്ങൾ ഒന്നിക്കാൻ വന്നപ്പം ഞങ്ങളുടെ അവസരം ഇല്ലാതാക്കിയത്. അത് നിർത്ത്, ഇനിയുള്ള കാര്യമാണ് പറഞ്ഞത്. നന്ദുവിന് നിനക്കൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അവളെ ശല്യം ചെയ്യാതെ നീ നിന്റെ കാര്യം നോക്കി നടന്നോ. ഓ ഇത് പറയാനാ വിളിപ്പിക്കുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.